കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും ഇ ഡി പരിശോധന. നിക്ഷേപകരുടെ പരാതിയിലാണ് നടപടി. പണം നിക്ഷേപിച്ച് വഞ്ചിതരായ 60ഓളം പേർക്കാണ് ഇ ഡിക്ക് പരാതി നൽകിയത്. അജീഷ് ജയകുമാർ ചെയ്യുന്നു. അജീഷ്, ആ പരാതിയുടെ പശ്ചാത്തലം എന്താണ് ആ പരാതിയിൽ പറയുന്നത്? ഹാഷ്മി, കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ അവസാനമായി ഇ ഡി ഉദ്യോഗസ്ഥരെത്തി. അന്ന് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ബാസുരാംഗന്റെയും ഒപ്പം തന്നെ സെക്രട്ടറി, ജീവനക്കാരും കളക്ഷൻ ഏജന്റുമാരുടെയും വീടുകളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് ബാസുരാംഗനെയും മകനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അതിനുശേഷം ഇപ്പോഴാണ് ഇ ഡി വീണ്ടും കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെത്തിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ നിക്ഷേപകരായ 64 പേർ മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. നിക്ഷേപ തുക തിരികെ കിട്ടുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവർ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ 64 പേരെ ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്നലെയും ഇവിടെ പരിശോധന നടന്നിരുന്നു. അതിനുശേഷം ഇവരുടെ രേഖകൾ, അതായത് നിക്ഷേപത്തിന്റെ സോഴ്സ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം എത്തിക്കണമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പരിശോധനയാണ് ഇപ്പോൾ ബാങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എൻ ബാസുരാംഗന്റെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധന നടക്കുകയാണ്. ഈ ബാസുരാംഗൻ ഈ തിരിമറി നടത്തി വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളുടെ അതിന്റെ മൂല്യം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബാസുരാംഗന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. നിലവിൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കീഴിലാണ്. നിലവിൽ നിക്ഷേപകർക്കാർക്കും തന്നെ ആ പണം തിരികെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അജീഷ് ജയകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.